പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായമാണ്. ഇനി നമ്മൾ 14-ാം അധ്യായം മുതൽ വായിക്കാൻ പോവുകയാണ്. അതിലൊന്നാമത്തെ വാക്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. ഈ 144,000 പേര് എന്ന് പറയുന്നത് 7-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. 144,000 പേരെ ഇസ്രായേൽ ജനത്തെ മുദ്രയിട്ട് മാറ്റി നിർത്തിയെന്ന് പറഞ്ഞു. അവർ തന്നെയാണ് ഇതങ്ങനെയല്ല. ചില പെന്തക്കോസ്ത് വിഭാഗങ്ങളിലെ പാസ്റ്റർമാരാണ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊന്നും ശരിയല്ല. ആ 144,000 പേര് തന്നെയാണിത്. 7-ാം അധ്യായത്തിൽ 2-ാം വാക്യം, വേരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും വലിയൊരു മുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈദികന്മാർ വീണ മീട്ടുന്നത് പോലെ ആയിരുന്നു. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ടുപാടി. ഭൂമിയിൽ നിന്ന് വിലക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. പിന്നെ അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ അവർ അവനെ അനുഗമിക്കുന്നു. അവർ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യം ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കും. അവരെപ്പറ്റി പറയുന്നത് അവരെ വിവാഹം കഴിക്കാത്ത ആൾക്കാരാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ചില ചർച്ചുകളിലെ പാസ്റ്റർമാരാരും വിവാഹം കഴിക്കാതെ ഇരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ എന്താണ്? വിവാഹം കഴിച്ചാൽ ഒരാളും പാപിയാകുന്നില്ല. അതൊരു കുറ്റമേ അല്ല. അതുകൊണ്ട് അങ്ങനെ വിവാഹം കഴിക്കാതെ ഇരുന്നുകൊണ്ട് ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഇതുണ്ടെന്നൊന്നും വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. വിവാഹം കഴിക്കാതിരിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അവർക്ക് ജഡത്തിൽ കഷ്ടം ഉണ്ടാകും വിവാഹം കഴിച്ച ആൾക്കാർക്ക്. എത്രമാത്രം പറയുള്ളൂ. ആത്മാവിനെ സംബന്ധിച്ചിട്ടും അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല, വചനത്തിൽ അങ്ങനെ പറയുന്നില്ല. അതുകൊണ്ട് ഈ 144,000 പേരെ കൂടെ ആകാൻ വേണ്ടിയിട്ട് വിവാഹം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. ഇത് ഇസ്രായേൽ ജനമാണത്. ബോഷ്ക്ക് അവരുടെ വായിലുണ്ടായിരുന്നില്ല. അവർ കളങ്കമില്ലാത്തവർ തന്നെ, ഒരു ശുദ്ധന്മാരാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. വേറൊരു ദൂതൻ ആകാശം മധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യസുവിശേഷം ഉണ്ടായിരുന്നു. ആ സുവിശേഷം എന്താണെന്ന് നമുക്ക് നോക്കാം. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിക്കും. അതാണ് പറയുന്ന സുവിശേഷം. അതായത് വിഗ്രഹാരാധന വിട്ടുമാറി ദൈവത്തെ നമസ്കരിക്കാനാണ് പറയുന്നത്. രണ്ടാമത് വേറൊരു ദൂതൻ പിഞ്ചെന്നു വീണുപോയി. തൻ്റെ ദുർനോക്കിൻ്റെ ക്രോധമധ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. ഈ മഹതിയാം ബാബിലോൺ വരുന്നത് 17-ാം അധ്യായത്തിലും പിന്നെ 18-ാം അധ്യായത്തിലുമാണ്. അതിവിടെ അഡ്വാൻസ് ആയിട്ട് ഇവിടെ പറഞ്ഞു. അതായത് യഥാർത്ഥത്തിൽ 16-ാം അധ്യായത്തോടുകൂടെ സകല ക്രോധകലശങ്ങളും തീർന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ എല്ലാവിധ ന്യായവിധികളും, ഒരു യുദ്ധമൊഴിച്ച് ബാക്കി എല്ലാം അവിടെ തീർന്നു കഴിയും. 17-18 അധ്യായത്തിലെ കാര്യങ്ങൾ ആ സമയത്തിനുള്ളിൽ നടന്നു കഴിഞ്ഞു. അതിനെപ്പറ്റി ആ സമയത്ത് വരുമ്പോൾ നമുക്ക് പഠിക്കാം. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിന് മുമ്പ് അഗ്നിഗന്ധങ്ങൾ ദണ്ഡനം അനുഭവിക്കും എന്നാ പറയുന്നത്. അന്ത്യക്രിസ്തുവിന് മുദ്രയേറ്റ് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ അനവധി കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. അത് മാത്രമല്ല, അഗ്നിഗന്ധങ്ങൾ എന്ന് പറഞ്ഞ നരകമാണ് ഈ പറയുന്നത്. നരകത്തിൽ യേശുക്രിസ്തുവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മുമ്പിൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. മുദ്രയേൽക്കുകയും ദൈവം ആരാധിക്കുകയും ചെയ്യുന്നവർക്ക് ഈ ലോകത്തെ കഷ്ടം മാത്രമല്ല നരകവും കൂടി കിട്ടുമെന്ന് അർത്ഥം. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസം കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ദൈവകൽപ്പന പ്രമാണിക്കുന്ന വിശുദ്ധന്മാർക്ക് അവിടെ സഹനം ആവശ്യമാണ്. കാരണം ഈ മുദ്ര ഏൽക്കാതെ ഒന്നിനും ഭക്ഷണമില്ല, യാതൊരു സാധനം മേടിക്കാനോ കൊടുക്കാനോ ഒന്നിനും പറ്റില്ല. അവർക്ക് രക്തസാക്ഷികളായി തീരേണ്ടതായിട്ട് വരുന്ന അടുത്ത വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ സ്വർഗത്തിലൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ അത്രേ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. കർത്താവിൽ മരിക്കേണ്ടി വരുന്ന അവിടെ പറഞ്ഞത്, രക്തസാക്ഷിയാവുന്നതാണ് പറയുന്നത്. പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും വയ്യൽ മൂർച്ചയുള്ള അരിവാളുമായിരിക്കുന്നത് കണ്ടു. മറ്റൊരു ദൂതൻ ദൈവാലയത്തു നിന്ന് പുറപ്പെട്ട് മേഘത്തിന്മേൽ ഇരിക്കുന്നതിനോട്, കൊയ്ത്തിന് സമയം വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞൊഴുകിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു ഭൂമിയിൽ കൊയ്ത്തു തുടങ്ങും. ഈ പറഞ്ഞ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവമക്കളുടെ രക്തസാക്ഷിത്വം ഇവിടെ ഉണ്ടാകുന്നതാണ്. അത് ദൈവം അനുവദിച്ചിട്ട് തന്നെയാണ് അന്ത്യക്രിസ്തു ദൈവമക്കളെ ഇങ്ങനെ കൊല്ലുന്നത്.
ഇങ്ങനെ രക്തസാക്ഷിത്വം മരിക്കുന്ന ദൈവമക്കൾ ഭാഗ്യവാന്മാരാണെന്നുള്ളത് വചനത്തിൽ വേറെ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. എവിടെയാണെന്നറിയാമോ? അത് 20-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. 20-ാം അധ്യായം നമുക്ക് എടുക്കാം. അതിന് 4-ാം വാക്യം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധി അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും കണ്ടു. അവർ ജീവിച്ച 1000 ആണ്ട് ക്രിസ്തുവിനോട്. ദിസ് ഈസ് ദ ഫസ്റ്റ് റിസറക്ഷൻ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകൊള്ളുവാൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് 1000 ആണ്ട് വാഴ്ചയിൽ വരുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. തിരിച്ചു പോവാം. എന്നിട്ട് മേഘത്തിൽ ഇരിക്കുന്ന അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിൽ കൊയ്ത്ത് വന്നു. അപ്പം അത് നടന്നു കഴിഞ്ഞു. മുമ്പ് നടന്നത് എന്താ? 154,000 പേര് സ്വർഗത്തിൽ കണ്ടെന്ന് പറയുന്നില്ലേ? അവരാദ്യം തന്നെ മരിച്ചു. പിന്നെ അടുത്ത് വേറെ എന്താ പറയുന്നത്? മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു, മൂർച്ചയുള്ള ഓങ്കത്തി പിടിച്ചിരുന്നു. തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ തീ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. മൂർച്ചയുള്ള ഓങ്കത്തി പിടിച്ചിരുന്നവിടെ. ഭൂമിയിൽ മുന്തിരിങ്ങ പഴുത്തിരിക്കാൻ നിന്റെ മൂർച്ചയുള്ള ഓങ്കത്തി അയച്ചു മുന്തിരി വള്ളിയുടെ കുല ഇറക്കുക എന്ന് ഉറക്കെ വിളിച്ചു പറയും. ഈ മുന്തിരി വള്ളി എന്ന് പറയുന്നത് എന്താ? ഇസ്രായേലിനെ 3 തരത്തിൽ ബൈബിളിൽ കമ്പയർ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ഏതാണ്? ഒലിവായിട്ട്. രണ്ടാമത്തത് ഫിഗ്. ഒലിവും നമുക്കറിയാം. പിന്നെ ഫിഗ് എന്ന് പറയുന്നത് അത്തിയാണ്. അത് കഴിഞ്ഞ് വൈൻ എന്ന് പറയുന്നത് മുന്തിരിങ്ങയാണ്. അപ്പോൾ സ്പിരിച്വൽ സ്റ്റേറ്റ്, അങ്ങനെയുള്ള ആൾക്കാരെ സ്പിരിച്വൽ സ്റ്റേറ്റ് വളരെ മോശമായതുകൊണ്ടാണ് അവർക്ക് ആ ശിക്ഷ കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയുള്ള ഇസ്രായേൽക്കാർക്കാണ് ആ ശിക്ഷ വന്നിരിക്കുന്നത്? നമ്മളിപ്പോൾ ഇൻ്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാപിറ്റലാണ് ഇസ്രായേലാണ്. ഇസ്രായേൽ കേരളത്തെ പോലും അത്ര വലുപ്പമില്ലാത്ത രാജ്യമാണ്. ദൈവത്തിൻ്റെ ആൾക്കാരാന്ന് പറഞ്ഞ ആൾക്കാർ ഇത്രയും വലിയ പാപം ചെയ്യുമ്പോൾ അവർ ദൈവം വെറുതെ വിടില്ല. അവരെ ദൈവം ശിക്ഷിക്കും. അപ്പോൾ പഴയ നിയമകാലത്തും ഈ ഇസ്രായേൽ ആദികളെക്കാൾ വലിയ ദോഷം ചെയ്തു എന്ന് പറയുമ്പോൾ ഇവരെ ശിക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. അവർ തീ ഉണ്ടാവും. അവിടെ തീ കൊണ്ട് നമുക്ക് പൊള്ളി കഴിഞ്ഞാലുള്ള വേദന ആലോചിക്കുക. നരകത്തിലും തന്നെ സ്ഥിതി. ലാസർ സ്വർഗത്തിലും ധനവാൻ നരകത്തിലെ അവൻ്റെ കയ്യിൽ നിന്നൊരു വെള്ളം ഒരു തുള്ളി വിറ്റെൻ്റെ വായിലേക്ക് വേണ്ടി ഇവിടെ ഈ ജാലയിൽ കിടന്ന് ഞാൻ വേദന അനുഭവിക്കുന്നതാണ് പറയണേ. അപ്പോൾ തീയിൽ കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്. നഗരത്തിന് പുറത്ത് വെച്ച് മെതിച്ചു, ചക്കിൽ നിന്ന് രക്തം, കുതിരകളുടെ കടിവാളങ്ങൾ. നഗരം എന്ന് പറയുന്നത് ഇസ്ലാമിനെ പറ്റി പറയുന്നത്. അങ്ങനെയുള്ളൊരു ശിക്ഷാവിധിയാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് 15-ാം അധ്യായത്തിലേക്ക് പോകാം. ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരു അടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുക്കത്തെ ബാധയുള്ള 7 ദൂതന്മാരെ തന്നെ. അതോടുകൂടെ ദൈവക്രോധം തീർന്നു. 7 ബാധയുള്ള ദൂതന്മാരെന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രോധകലശം പിടിച്ചിരിക്കുന്ന ദൂതന്മാരെ പറ്റി പറഞ്ഞു. അതാണ് ഒടുക്കത്തെ 7 ബാധ. ഇതുവരെയുള്ള 7 മുദ്രയും 7 കാഹളങ്ങളും കഴിഞ്ഞു. ഇനിയിപ്പോൾ 7 ക്രോധകലശങ്ങൾ അതിന് വരാൻ പോകണം. അതിനെപ്പറ്റി പറയും. തീ കലർന്ന പളങ്ക് കടൽ പോലെ ഒന്ന് മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചും കൊണ്ട് വടയങ്ക് കടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടിച്ചൊല്ലിയത്: സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സർവ്വജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യമുള്ളവ. കർത്താവേ, നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെ ഇരിക്കും. നീയല്ലോ ഏകപരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. പേരിൻ്റെ സംഖ്യയോട് ജയിച്ചവർ രക്തസാക്ഷികളായിട്ടുള്ള ദൈവമക്കളെ കുറിച്ച് ഈ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ശേഷം സ്വർഗത്തിൽ സാക്ഷി കൂടാരമായ ദൈവാലയം തുറക്കുന്നത് കണ്ടു. അവിടെ സാക്ഷി കൂടാരമുണ്ട്. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായ ശണവസ്ത്രം ധരിച്ച് മാറത്ത് കൊഞ്ചയും കെട്ടിക്കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞ അതേ ദൂതന്മാർ തന്നെ. അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം പിടിച്ച പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. അപ്പോൾ സ്വർഗത്തിലുണ്ടാകുന്ന കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിയും വരെ ദൈവാലയത്തിൽ കിടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. ആ ദൂതന്മാർ 7 പേരും ഇത് ഒഴിച്ചതിൻ്റെ ബാധയെല്ലാം തീരുന്നവരെ ദൈവാലയത്തിൽ അവിടെ കടക്കാൻ സാധിച്ചില്ല എന്നാണ് ഇതിൽ പറയുന്നത്. സ്വർഗത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. അത്ര വലിയ ക്രോധമാണ് സംഭവിക്കാൻ പോണെന്നർത്ഥം. അതോടുകൂടി ഈ 15-ാം അധ്യായം തീർന്നു. നെക്സ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.